गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഓം. നമ്മളിവിടെ കഠോപനിഷത്തിൽ ആത്യന്തികമായ തത്വവിജ്ഞാനത്തിനും ശുദ്ധമായ കർമാചരണ പദ്ധതിയിലൂടെ ഊർധ്വലോകപ്രാപ്തിക്കും ഒരുപോലെ അധികാരിയായ മനുഷ്യൻ അതിലേത് മാർഗത്തിലാണ് തൻ്റെ അധികാരമെന്ന് നിശ്ചയിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അതിലേത് മാർഗമായാലും ശരീരം ധർമ്മസാധനമാണ്. വേണ്ട രീതിയിൽ അതിനെ വിനിയോഗിച്ച് ഇന്ദ്രിയാന്തകരണങ്ങളെ നിയമിച്ച് തൻ്റെ ജന്മലക്ഷ്യത്തിലേക്ക് ഉയരണം. പരമമായ സത്യസാക്ഷാത്കാരം അത് അതിസൂക്ഷ്മമായ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് അന്വേഷിച്ച് ആഴ്ന്നിറങ്ങുന്നവർക്കുള്ളതാണ്. അതിനെക്കുറിച്ച് സൂചിപ്പിച്ച ശ്രുതി സാധനാമാർഗത്തിലേക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് ശരിയായ ഉണർവോടെ അനാദിയായിരിക്കുന്ന അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ആചാര്യന്മാരെ പ്രാപിച്ചുകൊണ്ട് മുന്നേറലാണ്. ഈ ഒരാശയമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരരഥരൂപകൽപ്പന, അതിനെ തുടർന്ന് സൂക്ഷ്മമായ സംയമമാർഗം, ആത്മജ്ഞാനത്തിലൂടെയുള്ള ദുഃഖനിവൃത്തി. ഇത്രയും പറഞ്ഞ ശേഷമാണ് ഇപ്പം നമ്മൾ പഠിക്കുന്ന ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ള മന്ത്രത്തെ നമുക്ക് തന്നത്. ശ്രദ്ധിക്കുക. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഈ മന്ത്രത്തിൻ്റെ സന്ദർഭം ഓർമ്മിക്കണം. യച്ഛേത് വാങ് മനസി പ്രാജ്ഞ. പ്രാജ്ഞൻ, വിവേകശാലി, വിശിഷ്ടമായ ജ്ഞാനത്തോടൊത്തവൻ വാക്കിനെ, അതിനാൽ ലക്ഷ്യമാക്കുന്ന ഇന്ദ്രിയങ്ങളെ മനസ്സിൽ സംയമിക്കൂ. ആ മനസ്സിനെയാകട്ടെ ബുദ്ധിയിലും ആ ബുദ്ധിയെ ഹിരണ്യഗർഭനിലും ഹിരണ്യഗർഭഭാവത്തെ സർവവികാരങ്ങളും ഉപശമിച്ച പരമമായ സ്വരൂപത്തിലും സംയമിക്കൂ എന്ന് പറഞ്ഞു. ഈ ഒരു ആനന്ദമാർഗം
നിശ്ചയമായും അതീവ സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ ഗുരു, ശാസ്ത്ര, ഉപദേശ സമ്പ്രദായം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് ഉത്തിഷ്ഠത, ജാഗ്രത, എഴുന്നേൽക്കൂ. ഇനി ഈ നിദ്രയുടെ ആലസ്യഭാവം നിനക്കുണ്ടാവരുത്. ദീർഘനേരം ഉറങ്ങി ഉണരുന്നൊരാൾ കുറച്ചു നേരം ഒരു തൂഷ്ണീം ഭാവത്തോടു കൂടി കഴിയുക പതിവുണ്ട്. അതെ, സാധാരണ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങും മനസ്സിലൊന്ന് കണക്ക് കൂട്ടുക. 6 മണിക്കൂർ ഉറങ്ങിയ ഒരാൾ ഉണർന്ന ശേഷം ചാടി എഴുന്നേറ്റ് അവനവൻ്റെ കൃത്യങ്ങളിലേക്ക് വ്യാപരിക്കാറില്ല. ഒരു 6 മിനിറ്റെങ്കിലും ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും. ഇതിന് തൂഷ്ണീം ഭാവം എന്ന് പറയാം. ഇതിന് ശേഷമാണ് വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ സാധകനോട് സൂചിപ്പിക്കുകയാണ്, ഈയൊരു ആലസ്യം, ഈയൊരു പ്രമാദം ഉണ്ടാവരുത്. ജാഗ്രതയായിരിക്കണം. എപ്പോഴും ഉണർന്നവനായിരിക്കണം സാധകൻ. എപ്പോഴും ഉണർന്നവനായിരിക്കണം. കാരണം അത്രയ്ക്കധികം മാസ്മരികമായ, അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരം ചുറ്റുപാടിലാണ് നാം കഴിയുന്നത്. ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ബലപൂർവകം ആകർഷിക്കുന്ന വൈഷയികമായ മേഖല, പ്രലോഭനങ്ങളുടെ അധികമായ ഭാവം. വളരെ കരുതലോടുകൂടി ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. ശ്രദ്ധിക്കുക. അവിടെ ഭാഷ്യകാരൻ്റെ ഒരു വാക്യം നമ്മൾ ഇന്നലെ ആലോചിച്ചു. ശ്രുതിശത നിഗമാന്തശോധകാനപി അഹഹ ധനാദിനിദർശനേന സദ്യ കലുഷയതി ചതുഷ്പദാദ്യ അഭിന്നാൻ അഘടിത ഘടനാ പട്ടീയസീ മായ. ഘടിക്കാത്തവയെ ഘടിപ്പിക്കുന്നതിൽ സമർത്ഥയാണ് മായ. 100 കണക്കിന് വേദമന്ത്രങ്ങളെ ശുദ്ധീകരിച്ച് വ്യാഖ്യാനിക്കുന്ന വിദ്വാൻമാരെ പോലും ധനം തുടങ്ങിയവയെ കാണിച്ച്, ധനമാകാം, സ്ഥാനമാനങ്ങളാവാം, പേരാവാം, പ്രശസ്തിയാവാം, പലതാവാം. കലുഷയതി ചതുഷ്പദാദ്യ ഭിന്നാൻ, 4 കാലികളുമായി വ്യത്യാസമില്ലാത്തവരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആഹാ എന്നൊരു ശബ്ദം ഭാഷ്യകാരൻ ഉപയോഗിച്ചത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്നിട്ടാ പറയണത് അഘടിത ഘടനാ പട്ടീയസി മായ. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയായിരിക്കണം, എപ്പോഴും ജാഗ്രതയായിരിക്കണം. അങ്ങനെ ജാഗ്രതയോടുകൂടി ഞാൻ എന്ത് ചെയ്യണം? വരാൻ പ്രാപ്യ നിബോധത. വരന്മാരെ, ശ്രേഷ്ഠന്മാരെ, സ്വാനുഭൂതി സമ്പന്നന്മാരായ ആചാര്യന്മാരെ, അതെ, താൻ ഏതൊരു ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്നുവോ അഭിന്നമായി തത്സ്വരൂപസ്ഥിതന്മാരായി കഴിയുന്ന മഹാപുരുഷന്മാർ, അങ്ങനെ ആചാര്യന്മാരെ, ശ്രേഷ്ഠന്മാരെ പ്രാപ്യ, വരാൻ പ്രാപ്യ, പ്രാപിച്ചിട്ട് നിബോധത, നിതരാം ബോധത, നല്ലതുപോലെ മനസ്സിലാക്കൂ, നല്ലതുപോലെ മനസ്സിലാക്കൂ. ബോധിക്കുന്നത് മാത്രമാണ് മുക്തിമാർഗം. സർവ സംസാര ക്ലേശങ്ങളിൽ നിന്നുമുള്ള മുക്തി ബോധസ്വരൂപ സാക്ഷാത്കാരത്തിലൂടെ മാത്രമാണ്. നീ അറിയൂ,
അറിയാനുള്ള കഴിവ് നിനക്കുണ്ട്, അറിയാനുള്ള യോഗ്യതയുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അറിയൂ. പക്ഷെ അറിയണമെങ്കിൽ ഇതാണ് വഴി. ഇവിടെ കുറുക്കു വഴികളൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ചു, നൈഷ തർക്കേണ മതിരാപനേയ എന്നൊക്കെ. ഈ ആത്മബുദ്ധി തർക്കം കൊണ്ട് നേടാവതല്ല. അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി എന്നും പറഞ്ഞു. അനന്യൻ പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുകയല്ലാതെ വേറൊരു വഴിയില്ല പറഞ്ഞു. അതുകൊണ്ട് അനന്യന്മാരായ ആചാര്യന്മാരെ, ശ്രേഷ്ഠന്മാരെ നീ പ്രാപിക്കൂ. എന്നിട്ട് നല്ലതുപോലെ മനസ്സിലാക്കൂ. ഇവിടെ ശ്രേഷ്ഠന്മാരെ പ്രാപിച്ച് മനസ്സിലാക്കൂ, നല്ലപോലെ മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാവശുദ്ധിയോടുകൂടി, സമ്പ്രദായ ശുദ്ധിയോടുകൂടി നീ പ്രാപിക്കണം എന്നുള്ളത് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭാഷ്യകാരനും ഈ ഉപസദന വിധിയെ, ഗുരുനാഥനെ പ്രാപിക്കേണ്ടുന്ന വിധാനത്തെ ആവർത്തിച്ച് പറയുന്നുണ്ട്. തൻ്റെ ശരിയായ പാത്രത്വം പ്രകടമാക്കിക്കൊണ്ട് വേണം ഗുരുനാഥനെ പ്രാപിക്കാൻ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായ തൻ്റെ പാത്രത്വം പ്രകടമാക്കിക്കൊണ്ട്, തൻ്റെ ജിജ്ഞാസയെ പ്രകടമാക്കിക്കൊണ്ട് ഗുരുനാഥനെ പ്രാപിക്കണം. ഈ വിഷയം നേരത്തെ നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട്. ഒരു മുണ്ടകോപനിഷൻ മന്ത്രം സമുദ്ധരിച്ചുകൊണ്ട്. ഇതായിരുന്നു മന്ത്രം: പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. കർമ്മത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ലോകങ്ങളെ നല്ലതുപോലെ പരീക്ഷിച്ചിട്ട് വിദ്വാൻ, വിവേകി വൈരാഗ്യത്തെ പ്രാപിക്കണം. എന്താണ് വൈരാഗ്യം? നാസ്തി അകൃതകൃതേന. ചെയ്തതിനെ കൊണ്ട് ചെയ്യപ്പെടാത്തത് ലഭിക്കുകയില്ല. എന്നിട്ട് തദ്വിജ്ഞാനാർത്ഥം തത്പദാർത്ഥമായിരിക്കുന്ന ബ്രഹ്മവിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛേത്. ഗുരുവെ തന്നെ പ്രാപിക്കൂ. തന്നെ ഏവ. ലഘുവെ പ്രാപിച്ചിട്ട് കാര്യമില്ല. ഗുരുവെ തന്നെ പ്രാപിക്കണം. ഗുരുമേവ അഭിഗച്ഛേത്. സമിത് പാണിഹി, സമിത് ഭാരമേന്തിയിട്ട്. ആരെയാ പ്രാപിക്കണ്ടേ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ശ്രോത്രിയന്മാരെ, ബ്രഹ്മനിഷ്ഠന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വരാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വരന്മാരെ, ശ്രേഷ്ഠന്മാരെ പ്രാപിച്ച് നിബോധത, നല്ലപോലെ മനസ്സിലാക്കൂ. ഓ, ഇതാ വേണ്ടതില്ലേ, എന്നാ അപ്പം പുറപ്പെടാം. എങ്ങോട്ട്? വരന്മാരെ പ്രാപിക്കാൻ. എന്നിട്ടാണ് പോയിട്ട് എളുപ്പം തത്വജ്ഞാനം നേടി ഇങ്ങോട്ട് പോരാം. അങ്ങനെ വേണ്ട, അറിഞ്ഞു പോണം. എന്താ അറിയേണ്ടത്? ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയാ. ക്ഷുരസ്യ ധാരാ നിശിത. ക്ഷുരസ്യ നിശിത ധാര. ക്ഷുരം കത്തി. ക്ഷുരസ്യ കത്തിയുടെ. നിശിത, നിശിതയായ, മൂർച്ച കൂട്ടിയ, നല്ല അണച്ചണച്ച് മൂർച്ചയാക്കപ്പെട്ട ധാര, വായ്ത്തല. ദുരത്യയാ, തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ്. കത്തിയുടെ നല്ല നല്ല മൂർച്ചയേറിയ വായ്ത്തലയ്ക്ക് മുകളിലൂടെ എങ്ങനെയാണ് നടക്കുക? ഒട്ടും എളുപ്പമല്ല. അതുപോലെ ദുർഗം, വളരെ ദുർഗമാണ്. വളരെ ദുഃഖേന ഗന്തും യോഗ്യം. വളരെ ദുഃഖിച്ചു മാത്രം സഞ്ചരിക്കാൻ യോഗ്യമായതാണ് തത്പഥ, ആ വഴിയെന്ന് കവയഃ വദന്തി, വിദ്വാൻമാർ പറയുന്നു. നോക്കണേ, ഉപനിഷത്ത് പോലും യമധർമ്മൻ ഉപദേശിക്കുമ്പം പറയുകയാണ്, ഇങ്ങനെ വിദ്വാൻമാർ പറയുന്നു, ഞാൻ പറയല്ലതൊന്നും. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ എന്ന് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. ഇനിയും എല്ലും പറയും അത്. ഇപ്രകാരം കവികൾ, ക്രാന്തദർശികൾ, വിജ്ഞാനികൾ, വിദ്വാൻമാർ പറയുന്നു.
ഇത് കത്തിയുടെ മൂർച്ചയേറിയ വൈത്തലയ്ക്ക് മുകളിലൂടെ നടക്കുന്നത് പോലെ പ്രയാസകരമാണ്. ഇത് ആരെയും ജ്ഞാനസാധനാ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്യമല്ല, മറിച്ച് കരുതലോടുകൂടെ വളരെ ജാഗ്രതയോടുകൂടി വേണം സഞ്ചരിക്കുക എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചാലും പ്രവേശിക്കേണ്ട. അതുകൊണ്ടാണ് ക്ഷുരസ്യ നിശിതാധാര ദുരത്യയ തദ്വത്, അതുപോലെ തത്പഥം, ആ പഥം ദുർഗമാണ്. അഭ്യാസമുണ്ടെങ്കിൽ, ശരിയായ അഭ്യാസമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതൊന്നുമില്ല. കത്തിയുടെ വൈത്തലയ്ക്ക് മുകളിലൂടെയും നടക്കും, അതിലപ്പുറത്തു കൂടെ നടക്കും, ശരിയായ അഭ്യാസം നേടിക്കഴിഞ്ഞാൽ. സർക്കസിലൊക്കെ ഓരോരോ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ഇതെന്താ പത്, എങ്ങനെയാ പത്, നമുക്ക് അത്ഭുതമാവും. അത് നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ്. അഭ്യാസത്തിലൂടെ മനുഷ്യന് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. പക്ഷെ അഭ്യാസം, നിശ്ചയപൂർവകമായ ലക്ഷ്യബോധം, നിരന്തരമായ അഭ്യാസം, ഏത് പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം, സർവോപരി ആചാര്യനിലുള്ള അചഞ്ചലമായ ശ്രദ്ധ. മനുഷ്യനെന്തും സ്വായത്തമാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് എന്താ ഉള്ളത്? ഈ ഒരു ദൃഢമായ ശ്രദ്ധ നമുക്ക് വേണം, ഉറച്ച ലക്ഷ്യബോധം നമുക്ക് വേണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീമദ് ഭഗവത്ഗീതയിൽ പരമമായ തത്വജ്ഞാനത്തെക്കുറിച്ച് ഭഗവാൻ ഇതങ്ങനെ ഉപദേശിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ ഉപദേശിക്കും എന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുക. ആ സമയത്ത് പറയും, നീ അതിനെ മനസ്സിലായിക്കോളൂ. ഇപ്പോൾ പരമമായ തത്വോപദേശം ചെയ്യും എന്നങ്ങോട്ട് വിചാരിക്കുമ്പോഴാണ് പറയണത്, തദ്വിദ്ധി, അതിനെ നീ മനസ്സിലായിക്കോളൂ. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. പ്രണിപാതം കൊണ്ടും പരിപ്രശ്നം കൊണ്ടും സേവ കൊണ്ടും നീ മനസ്സിലാക്കിക്കോളൂ. ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. എന്നാൽ തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് തത്വത്തെ ഉപദേശിച്ചു തരും, പോയിക്കോളൂ എന്ന് പറയുകയാണ്. അർജുനനോടല്ല, അർജുനനിലൂടെ നമ്മൾ ഓരോരുത്തരോടും. അവിടെ തത്വദർശികളായ ഗുരുനാഥന്മാരെ പ്രാപിച്ച് അറിയാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. എന്താണ് അവിടെ സാധന പറഞ്ഞത്? 3 സാധനകളാണ് പറഞ്ഞത്. തദ്വിദ്ധി, അതിനെ നീ മനസ്സിലാക്കൂ. പ്രണിപാതേന, പ്രണിപാതം കൊണ്ട്. പ്രണിപാതം വർദ്ധിച്ച തോതിൽ പരിപൂർണമായ സമർപ്പണ ഭാവത്തോടു കൂടിയുള്ള നമസ്കാരം. ഇനി പ്രണിപാതം എന്നുള്ള വാക്കിന് നേരെ അർത്ഥം പറയുമ്പോൾ വർദ്ധിച്ച തോതിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ മതി. വർദ്ധിച്ച തോതിലുള്ള നമസ്കാരം, അത്യന്തം കുനിഞ്ഞ് നമസ്കരിക്കുന്നത്, ദീർഘദണ്ഡ നമസ്കാരം എന്ന് പറയാം. പ്രണിപാതം, ഗുരുനാഥന്മാരുടെ മുമ്പിൽ പോയി പ്രണിപാതം ചെയ്യൂ. രണ്ടാമത് പറഞ്ഞു പരിപ്രശ്നേന, പരിപ്രശ്നം ചെയ്യൂ. വീണ്ടും 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 ചോദിക്കുക. യുക്തിപൂർവം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സംശയങ്ങളെ വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ചോദിക്കൂ, ചോദ്യം ചെയ്യുന്നതിലൂടെ. അത് ദേശകാല ജ്ഞാനത്തോടു കൂടി വേണം ചോദ്യം ചെയ്യേണ്ടത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
എപ്പോഴും എങ്ങനെയൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരം ഇല്ല. അത് സമയവും സന്ദർഭവും ഒക്കെ നോക്കി അത് ശാസ്ത്രങ്ങളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഗുരുനാഥൻ വേറെ വിഷയാന്തരങ്ങളിൽ വ്യാപരിക്കുന്ന സമയത്തല്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് സന്ദർഭം നോക്കി പരിപ്രശ്നം ചെയ്യണം. മൂന്നാമത് പറഞ്ഞു സേവയാ, ഗുരു സേവ ചെയ്തിട്ട്. അങ്ങനെ ചെയ്താൽ പരിപ്രശ്നം, സേവ, പ്രണിപാതം തുടങ്ങിയവ കൊണ്ട് എന്താ കിട്ടാൻ പോണത്? ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ജ്ഞാനിന തത്വദർശിന, തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് നിശ്ചയമായും ഉപദേശം തരും എന്ന് പറയാണ്. അങ്ങനെ ഗീതോപദേശം മുന്നോട്ട് നീങ്ങി. മുന്നോട്ടങ്ങനെ നീങ്ങിയപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ ഒരു ചോദ്യം ഉന്നയിച്ചു. ചോദ്യം ഇതാണ്: നേരത്തെ പരിപ്രശ്നം, പ്രണിപാതം, സേവ തുടങ്ങിയ സാധനകളെ പറഞ്ഞുവല്ലോ, ജ്ഞാനസാധനകളെ. അതുതന്നെയാണോ ശരിയായ ജ്ഞാനസാധനകൾ? കാരണം അവിടെയൊക്കെ മായാവിത്വം സംഭവിക്കാലോ. അവിടെയൊക്കെ മായാവിത്വം സംഭവിക്കാലോ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെയൊക്കെ കാപട്യം ആകാമല്ലോ. ഒരാൾക്ക് പരിപൂർണമായ ബഹുമാനം, ആദരവ്, സമർപ്പണഭാവം ഇല്ലെങ്കിലും നമസ്കരിക്കാലോ. തീർച്ചയായിട്ടും നമസ്കരിക്കാം. നമസ്കാരം ബാഹ്യമായൊരു ക്രിയയാണ്. അതിന് ആന്തരികമായ ഭക്തി ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല, ആന്തരികമായ ശ്രദ്ധ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. കാണിക്കാനും നമസ്കരിക്കാം. അതെ, ചിലപ്പോൾ അപ്പുറത്ത് ഫോട്ടോഗ്രാഫറെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും, എന്നിട്ടാണ് നമസ്കരിക്കുക. അപ്പോൾ പെട്ടെന്ന് ആ നമസ്കരിച്ച സമയത്തിന് ഫോട്ടോഗ്രാഫർക്ക് കറക്റ്റ് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വെച്ചാൽ വീണ്ടും അയാൾ നമസ്കരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അല്ല കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്, നാട്ടിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്, തമാശ പറയുകയല്ല. അപ്പം അവിടെ സാധിക്കും. അതുപോലെ പരിപ്രശ്നം, ശരിയായ ജിജ്ഞാസ ഇല്ലാതെയും പരിപ്രശ്നം ചെയ്യാം, അറിയാൻ ചോദിക്കാം. അതാണ് പരിപ്രശ്നം. അറിയിക്കാൻ ചോദിക്കാം. എനിക്ക് ഇന്നതൊക്കെ അറിയാം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ചോദിക്കാം. അളക്കാൻ ചോദിക്കാം, ഇയാൾക്ക് എത്ര അറിയാമെന്നൊന്ന് അളക്കാൻ വേണ്ടി ചോദിക്കാം. പിന്നെ നേരം പോക്കിനും ചോദിക്കാം. അറിയാൻ, അറിയിക്കാൻ, അളക്കാൻ, നേരം പോക്കിന് ഒക്കെ ചോദിക്കാം. പരിപ്രശ്നം എന്നുള്ളത് ശരിയായി അറിയാനുള്ള ചോദ്യം മാത്രമാണ്. ഇനി പിന്നെ ഉള്ളത് സേവയാണ്. സേവയിലും കാപട്യാവാം. യാതൊരു സമർപ്പണഭാവവും ശ്രദ്ധയും ഭക്തിയും ഇല്ലാതെയും സേവിക്കാം. മറ്റു പല ഉദ്ദേശങ്ങളും വെച്ച് സേവിക്കാം. ഒരിക്കൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് 2 ശിഷ്യന്മാർ വന്നുകൂടി. കഥയല്ല, ഉണ്ടായ സംഭവമാണ്. എന്താ അവരുടെ സേവ എന്നാ വിചാരിച്ച? നാട്ടുകാരൊക്കെ അവരെ കണ്ടിട്ട് പ്രശംസിക്കുകയാണ്. ഇക്കാലത്തുണ്ടോ ഇങ്ങനെ ശിഷ്യന്മാരെന്ന്. ഗുരു ഉണരുന്നതിന് മുമ്പ് ഉണരും. ഗുരു കുളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഗുരു നടക്കുമ്പോൾ അവർ ഗുരുവിൻ്റെ പിന്നിലേ കാല് വരൂ. ഗുരുനാഥൻ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഗുരു ഉറങ്ങിയിട്ടേ ഉറങ്ങൂ എന്ന് വേണ്ട, എന്തെല്ലാം ശാസ്ത്രങ്ങളിൽ ശിഷ്യചര്യ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവർക്കുണ്ട്. അത്ഭുതം കൂറി പലരും ഇക്കാലത്തും ഇങ്ങനെ ഉണ്ടോയെന്ന്. ഏതായാലും 5-6 മാസം കഴിഞ്ഞു. ഗുരുനാഥൻ്റെ വ്യാവഹാരത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം ഗുരുനാഥൻ മുണ്ടനം ചെയ്തുകൊണ്ടിരിക്കുക. 2 പേരും ഇരുമ്പ് വടിയായിട്ട് പിന്നെ കൂടെ പോയി ഒരൊറ്റയടിയാ, 2 അടിയല്ല, 2 അടിയാ. പക്ഷെ അത്ര ഐക്യ, ഒറ്റയടി. 2 ആൾ ഒരേ സെക്കൻഡിലാണ് ഗുരുനാഥൻ്റെ തലയിൽ ഇരുമ്പ് വടി വീണത്. അവിടെ തന്നെ കഴിഞ്ഞു ഗുരുനാഥൻ്റെ കാറ്റ്. പക്ഷേ അവർക്ക് ഉദ്ദേശിച്ച പണം എടുക്കുക എന്നുള്ളത് വേണ്ടത്ര വിജയിച്ചില്ല. അത് വേറെ വിഷയം. തമ്മിൽ തർക്കം വന്നു. ഒക്കെ വിഷയങ്ങളൊക്കെ വേറെ ഉണ്ട്, ഒരുപാട് കഥകൾ വേറെ ഉണ്ട് അതിൽ. ഏതായാലും ഇത് സംഭവിച്ചൊരു വിഷയമാണ്. അവർക്കതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അവരുടെ ദേഹം പോലും നിലനിന്നില്ല. അത് വേറെ വിഷയം, അങ്ങോട്ടൊന്നും ഇപ്പോൾ കിടക്കണില്ല. പക്ഷേ
ഈ 5-6 മാസം ഇത്ര ഭക്തിയോടെ ശ്രദ്ധയോടെ എന്താ കഥ? സേവ ചെയ്യാൻ കഴിഞ്ഞില്ലേ അവർക്ക്? അപ്പോൾ ഇതിലൊക്കെ കാപട്യം സാധിക്കും. അപ്പോൾ എന്താണ് ശരിയായ ജ്ഞാനസാധന? ഈ പറഞ്ഞത് 3 അല്ല. ഈ 3 സാധനയാവണമെങ്കിൽ വേറെ എന്തോ അതിൻ്റെ കൂടെ ചേരണം. അതെന്താണ്? അപ്പോഴാണ് അടുത്ത ശ്ലോകത്തെ അവതരിപ്പിച്ചത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അതാണ് തത്പര സംയതേന്ദ്രിയഃ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവൻ ജ്ഞാനത്തെ നേടുന്നു. ശ്രദ്ധയാണ് മുഖ്യം. അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു, ശ്രദ്ധാവതാമേവ സതാം പുമർത്ഥ സമീരിത സിദ്ധ്യതിനേതരേഷാം. ശ്രദ്ധയുള്ള സജ്ജനങ്ങൾക്കാണ് പുരുഷാർത്ഥം പ്രാപിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവർക്കല്ല. ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധ വേണം. ശ്രദ്ധ മാത്രം മതിയോ? ചോദ്യം. ചിലർക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവും, ഗുരുനാഥൻ പറയണതൊക്കെ ശരിയാന്ന് ഉറപ്പുണ്ടാവും. പക്ഷേ ആ പറഞ്ഞ ആചരണങ്ങളെ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ വലിയ നിഷ്ഠയൊന്നും ഉണ്ടാവില്ല. ഗുരു വളരെ പറഞ്ഞൊക്കെ വളരെ ശരിയാണ് കേട്ടോ. ഗുരുനാഥൻ പറഞ്ഞ ഒറ്റയൊന്നു പോലും തെറ്റില്ല, എല്ലാം ശരിയാണ്. അവിടെ കഴിഞ്ഞു. എടേ, ഇത് നിൻ്റെ ജീവിതത്തിൽ ആചരിക്കാനല്ലേ പറഞ്ഞത്? അതൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് അതാ കുഴപ്പം. അപ്പം എന്ത് വേണം? തത്പരഹ. എന്ത് ഗുരുനാഥൻ ഉപദേശിക്കുന്നു അതിനെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള തത്പരത വേണം. തത്പരഹ. ചിലർക്ക് തത്പരതയും ഉണ്ടാവും, പക്ഷെ എന്താ ചെയ്യുക? ഇന്ദ്രിയങ്ങൾ സമ്മതിക്കില്ല. കണ്ണ് വേറെ വഴിക്ക് പോവും, ചെവി വേറെ വഴിക്ക് പോവും, മൂക്ക് വേറെ വഴിക്ക് പോവും. വലിയ പ്രശ്നമാണത്. നമുക്കാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അതും പറ്റില്ല. ഇന്ദ്രിയ സംയമം വേണം. അപ്പോൾ പ്രണിപാതം, പരിപ്രശ്നം, സേവ എന്നുള്ളത് സാധനയാണെങ്കിലും വാസ്തവത്തിൽ അവയെ സാധനയാക്കി മാറ്റുന്നത് ഈ 3 എണ്ണമാണ്. ശ്രദ്ധ, താത്പര്യം, ഇന്ദ്രിയ സംയമം. ഇവയോടുകൂടെ വേണം സാധനാമാർഗത്തിൽ ചരിക്കാൻ. അതുകൊണ്ടാണ് ദുർഗം പഥഃ തത്. ആ വഴി വളരെ ദുർഗമാണ്. എന്നാൽ സാധിക്കില്ലെന്ന് വിചാരിച്ച് പിന്തിരിയരുത്. ഏത് ദുർഗവും നമുക്ക് അഭ്യാസത്തിലൂടെ നേടാം. അഭ്യാസത്തിലൂടെ നേടാൻ കഴിയാത്തതൊന്നുമില്ല. ഉറച്ച ലക്ഷ്യബോധം വേണം. എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം വേണം. സാധിക്കാത്തത് എന്താ ഉള്ളത്? ജീവിതത്തിൽ ഏത് മാർഗത്തിലായാലും ഈ ഉറച്ച ആത്മവിശ്വാസത്തെ, ആത്മശ്രദ്ധയെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ മക്കൾക്ക് നൽകണം. ഏത് മേഖലയിൽ വിജയിക്കാനും ഇതാണ് അത്യാവശ്യം. ഒരിക്കലും ഇതില്ലാതെ പോകരുത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദുർഗം പഥസ്ഥെന്ന് പറഞ്ഞത് ആരെയും വ്യതിരിപ്പിക്കാനല്ല, കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവാൻ പ്രേരണ നൽകുകയാണ്. വേണ്ടതായ കരുതലില്ലാതെ, കരുത്തില്ലാതെ ഒരു മാർഗത്തിൽ സഞ്ചരിച്ചിട്ട് പതനം വരാൻ ഇടയാവരുത്. അതുകൊണ്ടാണ് വഴിയിലെ ക്ലേശങ്ങളെ നമുക്ക് ആചാര്യൻ ആദ്യമേ പറഞ്ഞു തരുന്നത്. എന്ത് ക്ലേശമുണ്ടെങ്കിലും ഞാൻ മുന്നേറിയിരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യം. അതെ, അതല്ലേ ഇവിടെ ആദ്യം കണ്ടേ. ദേവൈരത്രാപി വിജിഗിത്സിതം പുരാ. എടോ, നീ ഇത് മനസ്സിലാക്കൂ. പണ്ടേ ദേവന്മാർക്ക് പോലും ഈ വിഷയത്തിൽ സംശയമാണ്. ദേവന്മാർക്ക് പോലും അറിയാത്ത വിഷയമാണെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയില്ലേ? ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാൻ വേറെ വരിക്കാം എന്ന് നചികേതസ് പറഞ്ഞില്ലല്ലോ. ആ ഒരു നിശ്ചയദാർഢ്യം, ലക്ഷ്യനിഷ്ഠത,
അത് നമുക്കുണ്ടാവണം. അതിനാണ് ഈ മാർഗം ക്ലേശകരമാണെന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക. ശരി, ഇങ്ങനെ ഗുരു ശാസ്ത്ര സേവനം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതായ സംയമം ചെയ്തു. എന്താണ് അതിലൂടെ നേടാനുള്ളത്? എന്താണ് നമ്മുടെ ലക്ഷ്യം? പറയുന്നു, അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ഛയത് അനാദ്യനന്തം മഹതഃ പരം ധ്രുവം നിചായ തന്മൃത്യുമുഖാത് പ്രമുച്യത്തെ. അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ഛയത് അനാദ്യനന്തം മഹതഃ പരം ധ്രുവം നിചായ തന്മൃത്യുമുഖാത് പ്രമുച്യത്തെ. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, അരസം, നിത്യം, അഗന്ധവത് ച യത് അനാദ്യനന്തം മഹതഃ പരം ധ്രുവം. ഇത്രയും ഒരേ തത്വത്തെ വിവിധ ശബ്ദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുകയാണ്. എന്തിനാണ് ഒരേ തത്വത്തെ വിവിധ ശബ്ദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചു, ന വിജാനീമോ യഥൈതദനുശിഷ്യാതെന്ന് കേനോപനിഷത്തിൽ. ഇതിനെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അതെന്താ? യദ്വാചാ അനഭ്യുദിതം, യാതൊന്ന് വാക്കിനാൽ അപ്രകാശിതമാണോ, വാക്കുകൊണ്ട് യാതൊന്നിനെ വെളിപ്പെടുത്താൻ കഴിയില്ലയോ. അപ്പോൾ അപാര കൃപാവാന്മാരായ ഋഷീശ്വരന്മാർ പല പല വാക്കുകളെ പ്രയോഗിക്കുകയാണ്. എങ്ങനെയെങ്കിലും സാധകനുള്ളിൽ ഒരു വൃത്തി ഉണ്ടാവട്ടെ, അതാണ് അവരുടെ കൃപ. അതുകൊണ്ട് നമ്മളിൽ വിചാരശീലതയെ വർദ്ധിപ്പിക്കുന്ന പല പല വാക്പ്രയോഗങ്ങളെ ചെയ്യുകയാണ്. നോക്കൂ, അശബ്ദം, ശബ്ദമില്ലാത്തത്, ശബ്ദമല്ലാത്തത്. അസ്പർശം, സ്പർശമില്ലാത്തത്, സ്പർശമല്ലാത്തത്. അരൂപം, രൂപമില്ലാത്തത്, രൂപമല്ലാത്തത്. അവ്യയം, നാശരഹിതമായത്, ഒരിക്കലും നശിക്കാത്തത്. തഥാ, അതുപോലെ തന്നെ അരസം, രസമില്ലാത്തത്. പിന്നെ നിത്യം, നിത്യമായത്. അഗന്ധവത്, ഗന്ധമില്ലാത്തത്, ഗന്ധമില്ലാത്തത്. ച യത്, ഇങ്ങനെയുള്ള യാതൊന്നുണ്ടോ? എങ്ങനെയുള്ള? അനാദ്യനന്തം, ആദിയും അന്തവും ഇല്ലാത്തത്. ലോകത്തിൽ നമ്മൾ എന്തിനെ കാണുന്നുണ്ടോ എല്ലാത്തിനും ആദിയുണ്ട്, ആദിയുള്ളതിനൊക്കെ അന്തവുമുണ്ട്. എന്തിനാരംഭമുണ്ടോ അതിനൊക്കെ അവസാനമുണ്ട്. എന്നാൽ ആദിയോ അന്തമോ ഇല്ലാത്തത്. എല്ലാ ആവിർഭാവങ്ങളും തിരോഭാവങ്ങളും എന്തിൽ നിന്നാണോ എന്തിലേക്കാണോ അതിന് ആദിയോ അന്തമോ ഇല്ല. സർവ ആരംഭങ്ങളും തിരോഭാവങ്ങളും നടക്കണമെങ്കിൽ ആരംഭിക്കുകയോ തിരോഭവിക്കുകയോ ചെയ്യാത്തൊരധിഷ്ഠാന സത്യം ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞതാണ്. ഈ ഉപനിഷത്ത് വിചാരത്തിൽ നമ്മൾ ക്രമമായി ഉപനിഷത്തുക്കളെ
പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ തന്നെയാണ് പലപ്പോഴും വീണ്ടും വീണ്ടും വരിക. അവിടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഇപ്പോൾ തുടക്കത്തിൽ പറയുന്ന അത്ര വിസ്തരിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എഴുതി ചോദിച്ചാൽ മതി. പക്ഷേ എഴുത്തെത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരിക എന്നറിയില്ല. അതൊക്കെ ആവർത്തനം തന്നെയാണ്. ആദിയോ അന്തമോ ഇല്ലാത്ത മഹതപരം, മഹത്തിനും ഹിരണ്യഗർഭനും പരമായിട്ടുള്ളത്. മഹത്തിനും പരമായിട്ടുള്ളത്. ധ്രുവം, നിത്യമായത്, ഒരിക്കലും നശിക്കാത്തത്. ഈ മന്ത്രത്തിൽ തന്നെ അവ്യയം, നിത്യം, ധ്രുവം 3 പദങ്ങളെ ഏറെക്കുറെ സമാനാർത്ഥകങ്ങളായി പ്രയോഗിച്ചിരിക്കുക. നശിക്കാത്തത്, നിത്യമായുള്ളത്, അതാണ് നിത്യമായുള്ളത്, നാശരഹിതമായുള്ളത്. ക്ഷയം വരാത്തത്, അതാണ് അവ്യയം. അവ്യയം ഒരിക്കലും ക്ഷയം വരാത്തത്. അപ്പോൾ ഒരാൾ നശിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് അവന് ക്ഷയം വന്നുപോയി എന്ന്. ഒരു ഭാവവികാരമാണ് ക്ഷയം. അപ്പോൾ ക്ഷയം വരാത്തതെന്ന് അവ്യയ ശബ്ദത്താൽ സൂചിപ്പിച്ചു, നശിക്കാത്തതെന്ന് നിത്യശബ്ദത്താൽ സൂചിപ്പിച്ചു. ശാശ്വതമായി നിലകൊള്ളുന്നത് ധ്രുവശബ്ദത്താൽ സൂചിപ്പിച്ചു. ഒക്കെ സമാനാർത്ഥം തന്നെയാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പരമസത്യത്തെ നിചായ സാക്ഷാത്കരിച്ചാൽ, സംശയ വിപര്യങ്ങൾ നീങ്ങി അറിഞ്ഞാൽ, ഇവിടെ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ പറഞ്ഞു, ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വപ്രത്യയം എന്നിവ ഒന്നായി ഭവിക്കുന്നതാണ് സാക്ഷാത്കാരമെന്ന്. ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വപ്രത്യയം, ഇത് 3 ഒന്നായി ഭവിക്കുക എന്നുള്ളതാണ് അനുഭവം, സാക്ഷാത്കാരം എന്നൊക്കെ പറയപ്പെടുന്നത്. ഇങ്ങനെ അറിഞ്ഞാൽ നിചായ, എന്താ ഫലം? മൃത്യുമുഖാത് പ്രമുച്യതേ, മൃത്യുവിൻ്റെ, മരണത്തിൻ്റെ മുഖത്തിൽ നിന്നും മുക്തനാവുന്നു, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ മൃത്യു, മരണം എല്ലാവരുടെ നേർക്ക് വായ വളർന്നിരിക്കുക. നമ്മൾക്ക് അതിലേക്ക് അങ്ങനെ ആകർഷിക്കപ്പെടുക. ഓരോ ദിവസവും അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഉപനിഷത് യജ്ഞം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എത്ര ദിവസമായോ അത്ര ദിവസം നമ്മൾ മരണത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ അത് പഠിക്കണത് മരണം ഇല്ലാണ്ടാക്കാനാ. അത് ശ്രദ്ധിക്കുക. അത് സാധാരണ വ്യവഹാരമാണെന്ത്? നമ്മളിപ്പോൾ ഇന്നലെ കഴിഞ്ഞ് ഒന്നായി പറഞ്ഞു, മരണം നമ്മൾ ഒരു ദിവസം ഇങ്ങോട്ടായി എന്നതിൻ്റെ അർത്ഥം. അല്ലാണ്ട് വേറൊരു അർത്ഥമില്ല. വേറെന്താ അർത്ഥമുണ്ടോ? അറിയില്ല. നമ്മളിപ്പോൾ ഒരു വർഷമായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൂട്ടരുടെയും മരണം ഒരു വർഷം ഇങ്ങോട്ടായി എന്നാ. അതിനു മുമ്പ് അതില്ലാണ്ടാക്കാനാണ് അപ്പോൾ നോക്കണത്. അതിനാണല്ലോ ഇപ്പോൾ ഉപനിഷത്ത് വിചാരം ചെയ്യണത്. അതാ പറഞ്ഞത് മൃത്യുമുഖാത് പ്രമുച്യതേ. മൃത്യുവിൻ്റെ മുഖം, മുഖം ദ്വാരം, മാർഗം, പിടി, വായ, മൃത്യുവിൻ്റെ വായയിൽ നിന്ന് രക്ഷപ്പെടുന്നു, മുക്തനാക്കപ്പെടുന്നു. മൃത്യു പിന്നെ നമ്മളെ പിടിക്കില്ല, പിന്നെ മൃത്യുവിനെ പിടിക്കാൻ കഴിയില്ല. ആര് കാലപരിമിതിയിലും ദേശപരിമിതിയിലും പെട്ടിരിക്കുന്നുണ്ടോ അവരെയേ മൃത്യുവിന് പിടിക്കാൻ കഴിയൂ. ആര് ദേശകാലങ്ങളെ അതിക്രമിച്ചിരിക്കുന്നുണ്ടോ അവർക്ക് മൃത്യുവില്ല. ചിന്തിക്കുക. നമ്മൾ എന്തിനോടാണ് താതാത്മ്യപ്പെട്ട് കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടായി നശിക്കുന്ന ദേഹത്തോടാണോ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്? എങ്കിൽ ജനനമുണ്ട്, മരണമുണ്ട്. അതെ.
ജനനവും മരണവും ഉണ്ട്. ജനനവും മരണവും ഉണ്ടെങ്കിൽ നടുക്കുള്ളതൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തൊക്കെ അതിൻ്റെ ഇടയ്ക്കുണ്ടോ അതൊക്കെ ഉണ്ടാവും. ശരി, ഇനി ജനന മരണരഹിതമായ സത്യത്തോടാണോ താൻ താതാത്മ്യപ്പെടുന്നത്? അവിടെ ജനനവുമില്ല മരണവുമില്ല. അതുകൊണ്ടാണ് ബദ്ധാഭിമാനി ബദ്ധോഹി മുക്തോ മുക്താഭിമാന്യഭി. ഞാൻ ബദ്ധനാണെന്നാണ് ഒരാൾ വിചാരിക്കുന്നത്, അവൻ ബദ്ധൻ തന്നെയാണ്. വേറൊരുത്തൻ വിചാരിക്കുന്നത് ഞാൻ മുക്തനാണ്, അവൻ മുക്തൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അഷ്ടാവക്രം പറഞ്ഞതാണേ, ശ്രദ്ധിക്കുക. ഞാൻ ബദ്ധനാണെന്നറിയുന്നവൻ ബദ്ധൻ തന്നെ. ആര് ഞാൻ മുക്തനാണെന്നറിയുന്നവൻ മുക്തൻ തന്നെ. അവൻ്റെ മുക്തി ഇല്ലാണ്ടാക്കാൻ ആർക്ക് കഴിയും? ഞാൻ മുക്തനാണെന്നറിയുന്നവനെ ബദ്ധനാക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. അവനറിയാം ഞാൻ മുക്തനാണ്, മുക്തസ്വരൂപമാണ് ഞാൻ. മുക്തസ്വരൂപമാണ് താനെന്നറിയുന്നവന് ബന്ധനമില്ല. ഞാൻ ബദ്ധനാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നവനെ മുക്തനാക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. ഗുരുനാഥനൊക്കെ ഉപദേശിച്ചു, എടേ നീ മുക്തനാണേ, നീ ബദ്ധനൊന്നും അല്ല. അപ്പോഴൊക്കെ മനസ്സിലാവും, എന്നാലും ഞാൻ ബദ്ധനാണല്ലോ. അതെ, നീ ബദ്ധൻ തന്നെ. അതുകൊണ്ടാണ് അഷ്ടാവക്ര മഹർഷി പറയുന്നത് ബദ്ധാഭിമാനി ബദ്ധോഹി ഹീവർ, നിശ്ചയമായും മുക്തോ മുക്താഭിമാന്യഭി. അതുകൊണ്ട് ഏതിനോടാണ് നമ്മൾ തുലനപ്പെടുന്നത്? ഞാനെന്ന് നമ്മൾ ഏതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു? അവിടെയാണ് ചോദ്യം. ഉണ്ടായി നശിക്കുന്ന ദേഹത്തെക്കുറിച്ചാണെങ്കിൽ ശരി, അല്ല ന ജായതേ മ്രിയദേവ എന്ന് യാതൊരു സ്വരൂപത്തെ പറഞ്ഞുവോ, അതാണെങ്കിൽ മരണമില്ല. മൃത്യുമുഖാത് പ്രമുച്യതേ. ശ്രദ്ധിക്കുക, ഇത് വിസ്തരിക്കേണ്ടതല്ല, വ്യാഖ്യാനിക്കേണ്ടതല്ല. താത്പര്യം സൂക്ഷ്മമായി മനനം ചെയ്ത് ഗ്രഹിക്കുക. ഇത്രയും പറഞ്ഞ് 1-ാം അധ്യായത്തെ ഉപസംഹരിക്കാൻ പുറപ്പെടുകയാണ്. നാചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയത്തെ. നാചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയത്തെ. നാചികേതമുപാഖ്യാനം, നചികേതസ്സുമായി ബന്ധപ്പെട്ട ഉപാഖ്യാനം. നചികേതസ് യമലോകത്തിൽ പോകുന്നതും അവിടെ 3 നാൾ കാത്തിരിക്കേണ്ടി വരുന്നതും അതിനെ തുടർന്ന് യമൻ 3 വരം കൊടുക്കാമെന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ആരംഭിച്ച് ആത്മവിദ്യ അഭ്യർത്ഥിച്ച് ഇതാ പരമമായ ആത്മവിദ്യ ഉപദേശിച്ച് കഴിഞ്ഞു. അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ചയത് അനാദ്യനന്തം മഹദപരം ധ്രുവം നിചായതൻ മൃത്യുമുഖാത് പ്രമുച്യതേ. അവന് മരണമില്ല, മരിച്ചാലുണ്ടെന്ന് പറയുന്നു, മരിച്ചാലില്ലെന്ന് പറയുന്നു എന്നല്ലേ. മരണമില്ലാത്ത വഴിയാണല്ലോ ഞാൻ പറഞ്ഞു തന്നത്, പോയിക്കോളൂ. ഈ നാചികേതം ഉപാഖ്യാനം മൃത്യുപ്രോക്തം, മൃത്യുവാൽ സാക്ഷാൽ മൃത്യു ഭഗവാനാൽ പ്രോക്തമായത്, പറയപ്പെട്ടത്. ഇതെന്താ? അത് സനാതനം, ഒരിക്കലും നശിക്കാത്ത കേവലമായ സത്യത്തെക്കുറിച്ചുള്ള ഉപദേശമാണിത്. സനാതനമാണ്. ഈ സനാതനമായ മൃത്യുപ്രോക്തമായ ഉപാഖ്യാനത്തെ ഉക്ത്വാ പറഞ്ഞാൽ, ശ്രുത്വാ കേട്ടാൽ. അപ്പോൾ ഇതിനെ പറഞ്ഞിട്ട് കേട്ടിട്ട് ആര്? മേധാവി, മേധാവിയായിട്ടുള്ള ആൾ. മേധാവി എന്ന് പറഞ്ഞാൽ മേധയോടൊത്തവൻ, മേധയുള്ളവൻ. മേധ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു ഗ്രഹണധാരണാശക്തിയാണ്. ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള കഴിവാണ്
മേധയുള്ളവൻ മേധാവി. ഇത് മലയാളത്തിൽ വളരെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. അതെ, പലപ്പോഴും നമ്മൾ അധീശത്വം എന്നുള്ള അർത്ഥം സൂചിപ്പിക്കാൻ മേധാവിത്വം എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടാവും, ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെ മേധാവിത്വം എന്നുള്ള പദം അവിടെ യുക്തമല്ല, അവിടെ അധീശത്വം എന്നാണ് പറയേണ്ടത്. മേധാവിത്വം, പിന്നെ ബ്രാഹ്മണന് മേധാവിത്വം ഉണ്ടാവുമല്ലോ, അതിനിപ്പോൾ വേറെ ആൾ അസൂയപ്പെട്ടിട്ടെന്താ കാര്യം? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അധീതം അനേന ഇതി ബ്രാഹ്മണ, വേദം പഠിച്ചവനാ, ശാസ്ത്രജ്ഞാനിയാണ്, അവന് മേധം ഉണ്ടാവും. നിനക്കും മേധം ഉണ്ടാക്കാൻ നോക്കൂ നീ എന്നല്ലാണ്ട് എന്താ പറയുക? എല്ലാവർക്കും മേധ വളർത്താം, എല്ലാവർക്കും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാം, എല്ലാവർക്കും ബ്രാഹ്മണനാവാം. അങ്ങനെ ബ്രാഹ്മണനാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബ്രാഹ്മണൻ എന്നുള്ളത് ജാതിയല്ല. പലപ്പോഴും ഇവിടെ ചിന്തിച്ച് കഴിഞ്ഞ വിഷയമാണത്. ജാതീയമായിട്ട് അതിനെ കാണരുത്, ഒരിക്കലും ജാതീയമല്ല. അത് ഗുണകർമ്മ വിഭാഗശഃ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഗുണവിഭാഗത്തിനും കർമ്മവിഭാഗത്തിനും അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മാത്രവുമല്ല, വേദജ്ഞാനത്തിനനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വേദജ്ഞൻ ബ്രാഹ്മണൻ, അവന് മേധാവിയുണ്ട്, മേധാവിയാണ്, അവൻ്റെ ഭാവമാണ് മേധാവിത്വം. അപ്പോൾ മേധാവിയായിട്ടുള്ള ആള് ഉക്ത്വാ ശ്രുത്വാ, ഈ നാചികേതോപാഖ്യാനത്തെ പറഞ്ഞാലും കേട്ടാലും ബ്രഹ്മലോകേ മഹീയതേ, ബ്രഹ്മലോകത്തിൽ മഹീയതേ, മഹത്വത്തെ പ്രാപിക്കുന്നു, അങ്ങേയറ്റം മഹത്വത്തെ പ്രാപിക്കുന്നു. രണ്ടർത്ഥം. ഒന്ന്, ഈ ബ്രഹ്മലോകം എന്നുള്ള ലോകമുണ്ടല്ലോ, ഇത് അങ്ങേയറ്റത്തെ വിരക്തിയോടുകൂടി അഥവാ സത്യനിഷ്ഠയോടുകൂടി ഉപാസനാനിഷ്ഠയോടുകൂടി സത്കർമാചരണങ്ങളെ ചെയ്ത് നേടാവുന്ന പരമാവധി ലോകമാണ് ബ്രഹ്മലോകം എന്നുള്ളത്. ഈ കഠോപനിഷത്ത് കേട്ടാലും പറഞ്ഞാലും അവൻ ബ്രഹ്മലോകത്തിൽ എത്തുന്നു എന്ന് മാത്രമല്ല, ബ്രഹ്മലോകത്തിൽ മഹത്വത്തെ പ്രാപിക്കുന്നു. അപ്പം നമുക്കൊക്കെ ഉറപ്പാ ബ്രഹ്മലോകം. നമ്മൾ പറയുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു, എന്താ സംശയം? ഇനി ബ്രഹ്മലോകം എന്നുള്ളതിന് ബ്രഹ്മത്തിൻ്റെ പരമമായ സത്യത്തിൻ്റെ ലോകം, ദർശനം, സാക്ഷാത്കാരം. ആ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ, ബ്രഹ്മദർശനത്തിൽ മഹിമയെ പ്രാപിക്കുന്നു, മഹീയതേ, മഹിമയെ പ്രാപിക്കുന്നു. അവിടെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ കേട്ടുവോ എന്നുള്ളത്. അതെ, നമ്മൾ പറഞ്ഞുവോ? പറഞ്ഞു എന്ന് വിചാരിച്ചാൽ പറയപ്പെടാത്തതാണ് പരമസത്യം, കേട്ടു എന്ന് വിചാരിച്ചാൽ കേൾക്കപ്പെടാത്തതാണ് പരമസത്യം. എന്നാലും സൂക്ഷ്മമായി മനന പ്രക്രിയയിലൂടെ ഇതിൻ്റെ സാരത്തെ നമുക്ക് ഉൾക്കൊള്ളാം, ലക്ഷ്യാർത്ഥത്തെ ഉൾക്കൊള്ളാം, അങ്ങനെ കൃതാർത്ഥരായി തീരാം, സംശയമൊന്നുമില്ല. ആ കൃതാർത്ഥത തന്നെയാണ് ബ്രഹ്മലോകത്തിലുള്ള മഹത്വപ്രാപ്തി. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ നാചികേതം ഉപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച, പറഞ്ഞാലും കേട്ടാലും ബ്രഹ്മലോകേ മഹീയതേ. അതുകൊണ്ട് യ ഇമം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മസംസദേ പ്രയതഃ ശ്രാദ്ധകാലേ വാ തദാനന്ത്യായ കൽപ്പത്തെ, തദാനന്ത്യായ കൽപ്പത്തെ. യ ഇമം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മസംസദേ പ്രയതഃ ശ്രാദ്ധകാലേ വാ തദാനന്ത്യായ കൽപ്പത്തെ, തദാനന്ത്യായ കൽപ്പത്തെ.
യഹ യാതൊരാൾ എങ്ങനെയുള്ള ആളാണ്? പ്രയതഃ അങ്ങേയറ്റം സംയമം ചെയ്തിട്ടുള്ളവൻ, അങ്ങേയറ്റം ഇന്ദ്രിയാന്തഃകരണങ്ങളെ അടക്കിയിട്ടുള്ളവൻ, തൻ്റെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ, തൻ്റെ കരണങ്ങളെ നല്ലതുപോലെ സംയമിച്ചിട്ടുള്ള യാതൊരാൾ ഇമം പരമം ഗുഹ്യം, ഈ പരമമായ ഗുഹ്യത്തെ, രഹസ്യത്തെ, രക്ഷിക്കപ്പെടേണ്ടതിനെ, ഗോപനീയമായതിനെ, രക്ഷിക്കപ്പെടേണ്ടതിനെ, അതാണ് ഗുഹ്യം. അല്ലാണ്ട് ഗുഹ്യം എന്നുള്ളതിന് പറയാൻ പാടില്ലാത്തതെന്ന് അർത്ഥമില്ല. ഉത്തമാധികാരികൾക്ക് നൽകേണ്ടതിനെ, എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ഉത്തമാധികാരികൾക്ക് നൽകേണ്ടുന്നതായ വിദ്യയെ, ഗുഹ്യമായതിനെ, ശ്രാവയേത് ബ്രഹ്മസംസതി, ബ്രഹ്മസംസത്തിൽ കേൾപ്പിക്കുന്നുവോ, വേദജ്ഞന്മാരുടെ സദസ്സിൽ കേൾപ്പിക്കുന്നുവോ, ബ്രഹ്മചർച്ച നടക്കുന്ന സദസ്സുകളിൽ പോയിട്ട് ഇത് കേൾപ്പിക്കുക. ധാരാളം സത്സംഗം നടക്കുന്ന സദസ്സുകളുണ്ടാവും, സത്സംഗത്തിന് ഒത്തുകൂടുന്ന ജനങ്ങൾ ഉണ്ട്. അങ്ങനെ ജനങ്ങൾ സത്സംഗത്തിനായി ഒത്തുകൂടുന്ന സമയത്ത് അവിടെ പോയിട്ട് ഈ പറഞ്ഞത് കേൾപ്പിക്കുക. ഇതിപ്പോൾ ഈ കേട്ടവരുടെ മുഴുവൻ ജോലിയായി മാറി ഇപ്പോൾ അത്. അതെ, എവിടെയൊക്കെ സത്സംഗം കൊണ്ട് അവിടെ പോവുക, പോയിട്ട് പറയുക ഞാൻ കഠോപനിഷത്ത് പറയാൻ പോവാണ്, മര്യാദയ്ക്ക് കേട്ടോളൂ പറയാം. പക്ഷെ എങ്ങനെ പോകണം? പ്രയതഃ, അത് ശ്രദ്ധിക്കണം. സ്വയം ശുചിയായിട്ട് പ്രയത്നപൂർവ്വം സംയമം ചെയ്തിട്ട് വേണം പോവാൻ. അങ്ങനെ സംയമം ചെയ്ത് ഇത് സത്സംഗങ്ങളിൽ കേൾപ്പിക്കുക. അത് നമ്മുടെയൊക്കെ ജോലിയായി മാറിക്കഴിഞ്ഞു ഇത് കേട്ടതോടുകൂടി. അങ്ങനെ ആരാണോ ചെയ്യണത്, യ ഇമം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മസംസതി, ബ്രഹ്മസംസത്തുകളിൽ, വേദചർച്ച നടക്കുന്ന സദസ്സുകളിൽ, വേദജ്ഞന്മാരുടെ സദസ്സുകളിൽ, ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന സദസ്സുകളിൽ, അങ്ങനെയൊക്കെ പറയാം. ആര് കേൾപ്പിക്കുന്നുവോ പ്രയത്നപൂർവം, ശ്രാദ്ധകാലേ വാ, അപ്പോൾ ശ്രാദ്ധകാലം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ശ്രാദ്ധകാലേ വാ, ശ്രാദ്ധകാലത്തിലോ, അത് ഈ ശ്രാദ്ധത്തിനൊക്കെ ജനങ്ങൾ ഒത്തുകൂടുന്ന സമയമാണ്. അപ്പോൾ എപ്പോഴാണോ ജനങ്ങൾ ഒത്തുകൂടുന്നത് അപ്പോൾ എന്നർത്ഥം. അപ്പോൾ ശ്രാദ്ധത്തിൽ മാത്രം അർത്ഥമില്ല, ശ്രാദ്ധത്തിലാണ് പൊതുവെ ഒത്തുകൂടുന്നത് ജനങ്ങൾ, വളരെ ജനങ്ങൾ ഒത്തുകൂടും. മാത്രമല്ല ഈ ശ്രാദ്ധത്തിൽ ഒത്തുകൂടുമ്പം പൊതുവേ മനുഷ്യന്മാർ ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് അല്പം ചില ആലോചനകളൊക്കെ മനസ്സിലുണ്ടാവും, ആരുടെ ആയാലും ഇല്ലേ. ഓ, ഇയാൾ എത്ര പ്രസിദ്ധനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയണ സമയമാണ്. ചിലർ അടക്കം പറയും അത്ര നല്ലൊന്നും ആയിരുന്നില്ല, എന്നാലും അങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ലവനാണെന്ന് പറഞ്ഞാലും ദുഷ്ടനാണെന്ന് പറഞ്ഞാലും ശരി, ഈ ശ്രാദ്ധത്തിന് ഒത്തുകൂടുന്ന സമയത്ത് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചൊരു ചിന്ത നല്ലതാണ്. അത് ജ്ഞാനസാധനകളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്നുള്ളതിനെ ജ്ഞാനസാധനകളിൽ പ്രത്യേകം പറഞ്ഞത് മറക്കരുതേ. പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ജന്മദുഃഖം, ജന്മദുഃഖം വല്ലാത്ത ദുഃഖമാണ്, നമുക്ക് ആർക്കും ഓർമ്മയില്ല ജന്മദുഃഖം. അതെ, മുമ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട് ജന്മദുഃഖത്തെക്കുറിച്ച്. നമുക്ക് ആർക്കും ഓർമ്മയില്ല. എന്നാലും നല്ല മുത്തശ്ശിയില്ലാത്ത വീട്ടിൽ വളർന്ന കുട്ടിയുടെ തല നോക്കിയാൽ മനസ്സിലാവുമെന്ന് മുമ്പ് കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്ര ക്ലേശമാ ജന്മദുഃഖം. മൃത്യുദുഃഖം, മരണദുഃഖം പറയാത്തതാ ഭേദം. ജരാദുഃഖം, ജര വരിക എന്നുള്ളതായ അവസ്ഥാവിശേഷം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ദുഃഖം. വ്യാധി ദുഃഖം,
പല രോഗങ്ങൾ വരും. ഓരോ രോഗം വരുമ്പോഴും നമുക്ക് തോന്നും ഇതാ ഏറ്റവും വലിയ രോഗം ഇല്ലേ. വയറുവേദന വരുമ്പോൾ എന്താ തോന്നുന്നത്? വയറുവേദനയൊന്നും സാരമില്ല സ്വാമി, പല്ലുവേദന ഉണ്ടല്ലോ അത് വല്ലാത്തതാ. എന്ത് പല്ലുവേദന, ചെവിവേദന വന്നാലോ ഇതിനേക്കാളൊക്കെ അപ്പുറത്താ മനോവേദന. ഒരു രക്ഷയില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നിൻ്റെ വേദനയേക്കാൾ എനിക്ക് കഷ്ടം എൻ്റെ വേദന കൊണ്ടാ. ശ്രദ്ധിക്കുക. ഇങ്ങനെയാ വേദനയുടെ സ്ഥിതി. പറയാത്തതാ ഭേദം. ഇതങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ വ്യാധി ദുഃഖം. ഇത് ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് നോക്കണം. നമ്മളെ ജീവിതത്തിൽ ഇതൊക്കെ വന്നു ചേരുന്നുണ്ട്, വന്നു ചേരും എന്നുള്ളത് ഇടയ്ക്കൊന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് എന്തൊക്കെയാവും എങ്ങനെയൊക്കെയാവും എന്ന് ആർക്കും പറയാൻ വയ്യ. ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നൊരു സന്ദർഭമാണ് ഈ ശ്രാദ്ധകാലം. അതാ ശ്രാദ്ധകാലത്ത് കേൾപ്പിക്കണം എന്ന് പറയണത്. ശ്രാദ്ധകാലത്തിൽ ജനങ്ങൾ ഒത്തുകൂടുന്ന സമയത്ത് കേൾപ്പിക്കുക. ഇത് നമ്മളെ വിചാരം ഈ പ്രധാനമന്ത്രി മരിച്ചാൽ പ്രസിഡൻറ്റ് മരിച്ചാലൊക്കെ പാടുള്ളൂ എന്നാണ്. അതെ. അപ്പോൾ വേദം ചൊല്ലുക, മന്ത്രങ്ങൾ ചൊല്ലുക, പുരാണങ്ങൾ വായിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ റേഡിയോയിലും ടെലിവിഷനിലൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. എല്ലാ വീടുകളിലും നമ്മുടെ വീട്ടിൽ മരണം നടന്നാൽ അപ്പം വേഗം ഉപനിഷത്ത് എടുത്ത് വെക്കുക, കഠോപനിഷത്ത് ചെയ്യേണ്ടതാണ്. വീട്ടിൽ മരണം നടക്കുന്ന ഉറപ്പാണല്ലോ, മരിക്കാത്ത വീടൊന്നുമില്ല. അപ്പോൾ ഏത് വീട്ടിൽ മരണം നടന്നാലും നമ്മൾ മെല്ലെ അവിടത്തേക്ക് പോവുക, മെല്ലെ പൊതി അഴിക്കുക. ഏതാണ്? കഠോപനിഷത്ത് തുടങ്ങാണ്ട് മുന്നോട്ട് വരിക. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ചെയ്തു നോക്കൂ. തുടക്കത്തിൽ അങ്ങോട്ട് കഠോപനിഷത്ത് എടുത്ത് തുടങ്ങിയാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ചെന്നിട്ട് മെല്ലെ കുറച്ച് നാമം ജപിക്കാൻ തുടങ്ങാം മരിച്ച വീട്ടിൽ. എത്ര പേര് വിചാരിച്ചു എത്ര പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുമെന്നറിയുക. അവിടെ വെറുതെ കരഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? കരഞ്ഞിരിക്കും ജനങ്ങൾ. ഒരർത്ഥമില്ലാത്ത ഇടപാടാണ് ഈ കരച്ചിൽ. ഒരർത്ഥവും ഇല്ല. ഒരാളൊരു വഴിക്ക് പോകുമ്പോൾ വീട്ടുകാരൊക്കെ കൂടി കരഞ്ഞാൽ വല്ല സുഖമുണ്ടോ? അയാളെ യാത്ര സുഖം ഉണ്ടാവുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ ചെയ്യാം. ഒരാളൊരു വഴിക്ക് പോവുക. അപ്പോൾ നല്ല വഴിക്ക് പോകണമെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? നന്നായിട്ട് പോകണമെന്നല്ലേ ആലോചിക്കേണ്ടത്? അപ്പോൾ നന്നായിട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് യാത്ര അയക്കണം. നമ്മളെല്ലാവരും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പോകാൻ തോന്നുമോ? അയാൾ പോയില്ലാച്ചാ. ബാക്കി പറയാൻ തന്നെ പേടിയാണ്. അതുകൊണ്ട് ചിന്തിക്കുക. അതുകൊണ്ട് കരയരുത്. ഒരിക്കലും മരിച്ച വീട്ടിൽ ഇത്ര പേരെങ്കിലും പ്രതിജ്ഞ ചെയ്യുക. സുഖമായി സാധിക്കും. നാമം ജപിക്കുക, ഒച്ചത്ത് ജപിക്കുക. അപ്പോൾ ആ വീട്ടിൽ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നവർ മെല്ലെ കരച്ചു നിർത്തും. ഇത് വെറുതെ പറയുകയല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അവർ മെല്ലെ കരച്ചു നിർത്തും, അവരും ജപിക്കാൻ തുടങ്ങും. എന്തെന്നില്ലാത്തൊരു ശാന്തി അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. കരഞ്ഞാൽ അത്ര ശാന്തി കിട്ടില്ല, ഉറപ്പാ. ജപിച്ചാൽ ശാന്തി ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മെല്ലെ പാക്ക് തുറക്കേണ്ടത്. അങ്ങനെ എല്ലാവരും ജപിക്കുന്ന സമയത്ത് മെല്ലെ പുസ്തകം എടുക്കുക, ശ്രദ്ധയോടുകൂടി അങ്ങോട്ട് വായിക്കാൻ തുടങ്ങുക. ഉഷൻ ഹവൈ വാചശ്രവസഃ സർവവേദസംദധൗ തസ്യഃ നചികേതാ നാമ പുത്ര ആസ എന്നൊക്കെ പറഞ്ഞാണ്ട് തുടങ്ങുക. അപ്പം മെല്ലെ എന്താപ്പത് എന്ന് ചോദിച്ചു. ഇതാണ് കഠോപനിഷത്ത് ഇരിക്കുക, കേൾക്ക് പറയുക. അങ്ങനെ നമ്മളൊന്ന് ചെയ്തു നോക്കൂ. എന്താ പറ്റുകയെന്നൊന്ന് അറിയണമല്ലോ. നേരെ മറിച്ച് അവിടെ പോയി വെറുതെ നാട്ടുവർത്താനവും പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് മരണവീട്ടിലായാലും ശ്രാദ്ധ സന്ദർഭങ്ങളിലായാലും ഒക്കെ തന്നെ ശ്രദ്ധ അർപ്പിക്കുന്ന ഏതൊരു ചടങ്ങിലും നമുക്ക് ഈ കഠോപനിഷത്ത് ശ്രാവയേത് കേൾപ്പിക്കുന്നുവോ തത് ആ ശ്രാദ്ധം, ആ ബ്രഹ്മസംസത്ത് അല്ലെങ്കിൽ ആ കേൾപ്പിക്കുന്ന ക്രിയ അനന്ത്യായ കൽപ്പതേ, അനന്തഫലത്തിനായിക്കൊണ്ട് തീരുന്നു. അനന്തഫലത്തിനായിക്കൊണ്ട് തീരുന്നു. ഇത് നമുക്കിതിൽ ശ്രദ്ധ വേണ്ടേ? ഈ ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്കെന്തിനാണ് സംശയിക്കുന്നത്? ശ്രുതി ഭഗവതിയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് തത് ആനന്ത്യായ കൽപ്പതേ. പിന്നെ നമ്മൾ എന്തിനു സംശയിക്കണം? അതുകൊണ്ട് ഇതിലുറച്ച ശ്രദ്ധ ഉണ്ടാവുക.
ബ്രഹ്മസംസത്തുകളിൽ പോവുക, കഠോപനിഷത്ത് കേൾപ്പിക്കുക, ശ്രാദ്ധങ്ങളിൽ പോവുക, കഠോപനിഷത്ത് കേൾപ്പിക്കുക. എന്നാൽ അനന്തഫലത്തിനായിക്കൊണ്ട് തീരുന്നു. ഇതാണ് കഠോപനിഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം. ഇതാണ് ശ്രവണപ്രധാനമായ ഭാഗം. ഇത് നചികേതസിന് മൃത്യു നേരിട്ട് ഉപദേശിച്ചു കൊടുത്ത ഭാഗം. ഇനി ഇതിനെ സംബന്ധിച്ച് മനനം ചെയ്യാൻ നമുക്ക് സഹായകമാകും വിധം സാക്ഷാൽ ശ്രുതി ഭഗവതി പറയുന്ന ഭാഗമാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ ശ്രവണപ്രധാനമായ യമധർമ്മൻ നചികേതസിന് നൽകിയ ഉപദേശത്തെ കൂടുതൽ സൂക്ഷ്മമായി മനനം ചെയ്ത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രുതി നേരിട്ട് നമ്മളെ ബോധിപ്പിക്കുകയാണ്. നോക്കൂ. പരാഞ്ജിഖാനി വിദൃണത് സ്വയംഭോ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുരമൃതത്വമിച്ഛൻ. പരാഞ്ജിഖാനി വിദൃണത് സ്വയംഭോ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുരമൃതത്വമിച്ഛൻ. നമ്മുടെയൊക്കെ ഖാനി പരാഞ്ചി വിതൃണത്. ഖാനി, ഖം എന്ന് പറഞ്ഞാൽ ആകാശം. ഖം ആകാശം. ഖാനി എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ എന്നാണ് അർത്ഥം. ആകാശങ്ങളോ, അതൊരു ശരിയില്ലല്ലോ, ആകാശമല്ലേ ഉണ്ടാവൂ. അപ്പോൾ പറയാണ് ആകാശകാര്യമായി ശ്രോത്രേന്ദ്രിയം, അതിൻ്റെ പിന്തുടർച്ചയായി മറ്റോരോ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ഇവിടെ ഖാനി എന്ന ശബ്ദം. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ. പരാഞ്ചി വിതൃണത്, പരാങ് അഞ്ചന്തി ഇതി പരാഞ്ചി. പുറമേക്ക് സഞ്ചരിക്കുന്നവയാണ് പരാഞ്ചി. ഇപ്പം ഇന്ദ്രിയങ്ങളെ പുറമേക്ക് സഞ്ചരിക്കുന്നവയായി വ്യതൃണത്, വ്യതൃണത് ഹിംസിച്ചു, കൊന്നുകളഞ്ഞു. അപ്പം നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ പുറമേക്ക് കൊന്നുകളഞ്ഞു, നശിപ്പിച്ചു. ഇതെന്താ അത്? ഇതൊരു സരസമായ ഭാഷാപ്രയോഗമാണ്. ശ്രുതിക്കും അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് വെച്ചോളൂ. എന്തെങ്കിലും ഒരു സാധനം, എന്താ ഇപ്പോൾ ഒരു ദൃഷ്ടാന്തം എന്തോ ആയിക്കോട്ടെ, ഒരു ദോശ ഉണ്ടാക്കാനായിക്കോട്ടെ. അത് ദോശട്ടിൽ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു ഒരാളോട്. അയാൾ വേഗം ഉണ്ടാക്കി. ഏത് രാജ്യത്തിൻ്റെ ഭൂപടം പോലെയാണെന്നാണ് തോന്നണത്, അറിയില്ല. ആഫ്രിക്കയാണോ ആസ്ട്രേലിയയാണോ ഇന്ത്യ എന്നൊന്നും അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കിയത്. ഇത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, നീ നശിപ്പിച്ചു കളഞ്ഞല്ലടേ. സത്യത്തിൽ അയാൾ നശിപ്പിച്ചതല്ല, പാവം ഉണ്ടാക്കിയതാ. മാത്രമല്ല നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതെടുത്ത് കഴിക്കുകയും ചെയ്യൂ കേട്ടോ. ഇനി മാത്രമല്ല, ചോദിക്കട്ടെ, എത്ര വലിയ ദോശ ഉണ്ടായാലും നമ്മൾ മുറിച്ചിട്ടല്ലേ കഴിക്കുക? അല്ല, കഷ്ണം കഷ്ണാക്കിയിട്ടല്ലേ കഴിക്കുക. പിന്നെ ഇപ്പോൾ ഏതാകൃതിയാലും എന്താ ഇപ്പോൾ? എന്നാലും സ്വാമി അങ്ങനെയല്ല, അതൊരു വട്ടത്തിലൊക്കെ ആയാൽ ഒരു സുഖ. മുറിച്ചിട്ടല്ലേ കഴിക്കുക, ചെറിയ ചെറിയ കഷ്ണമായിട്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ വായ വളർന്നിട്ട് പണ്ട് സുരസയൊക്കെ ഹനുമാനെ വിഴുങ്ങാൻ പോയ പോലെ ദോശ ഒരൊറ്റ വിഴുങ്ങൽ വിഴുങ്ങണം. എന്നാൽ സമ്മതിച്ചു.
എത്ര വട്ടോ അത്രയും വട്ടം മുറിക്കാതെ മടക്കാതെ അത് വയ്യ. അപ്പോൾ പിന്നെ കുറച്ച് ആകൃതിയൊക്കെ അങ്ങനെ ഇങ്ങനെ ആയാലും എന്താ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. അത് നശിപ്പിച്ചു എന്നാണ് പറയുക. അവൻ നശിപ്പിച്ചു, നീ മാറിക്കോ, നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. അപ്പം നമ്മൾ ഈ ഒരു പ്രയോഗം അവിടെ പരാഞ്ചിഖാനി വിതൃണത്, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ബഹിർമുഖങ്ങളാക്കി നശിപ്പിച്ചു കളഞ്ഞു ഭഗവാൻ. സത്യത്തിൽ നശിപ്പിച്ചതല്ല, സൃഷ്ടിച്ചതാ. അപ്പം സൃഷ്ടിച്ചു എന്നുള്ളതിനെ അതിൻ്റെ ഒരു ദുരവസ്ഥയെ മാനിച്ചിട്ട് അല്പം ഒരു തമാശാരൂപത്തിൽ ശ്രുതി പറയുകയാണ് നശിപ്പിച്ചു കളഞ്ഞു എന്ന്. അപ്പോൾ ഭഗവാൻ ഇതിനെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഏത്? ഇന്ദ്രിയങ്ങളെയൊക്കെ. എങ്ങനെ? ബഹിർമുഖങ്ങളാക്കി ചെയ്തിട്ട്. ആരാ ഈ പണി ചെയ്തേ? സ്വയംഭൂ. സ്വയമേവ ഭവതീതി സ്വയംഭൂ. സ്വയം ഭവിച്ചവൻ, മറ്റൊരു കാരണത്തിൽ നിന്നല്ലാതെ ഭവിച്ചവൻ സ്വയംഭൂ, ഈശ്വരൻ. ഈശ്വരൻ സകല ഇന്ദ്രിയങ്ങളെയും ബഹിർമുഖങ്ങളാക്കി ചെയ്തു. അതുകൊണ്ട് ഇപ്പം എന്താ ഗുണം? തസ്മാത്, അതുകൊണ്ട് പരാങ് പശ്യതി, പുറമെയുള്ളതിനെ കാണുന്നു. കാണുന്നു എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലാണ്. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, വാസനിക്കുന്നു, സ്പർശിക്കുന്നു. ഇപ്പം കണ്ണുകൊണ്ട് നമ്മൾ പുറമെയുള്ളതിനെ കാണുന്നു, കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. കേൾക്കുന്നു, കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് ഗുണം. അതുപോലെ രുചിക്കുന്നു, വാസനിക്കുന്നു, സ്പർശിക്കുന്നു. ഈ 5 വിഷയങ്ങളെയും നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു. എന്തിനെ നമ്മൾ അറിയുന്നേ? പരാങ്, പുറമെയുള്ളതിനെ അറിയുന്നു. പുറമുള്ളതിനെ കാണാൻ പറ്റൂ കണ്ണുകൊണ്ട്, പുറമുള്ളതിനെ കേൾക്കാൻ പറ്റൂ ചെവി കൊണ്ട്. അതതിൻ്റെ ഗുണമാണ്. എന്നാ എന്താ ദോഷം? എന്നാ അന്തരാത്മൻ, അന്തരാത്മാവിനെ കാണുന്നില്ല, കാണുന്നവനെ കാണുന്നില്ല. കാരണം പുറമേക്കാണ് നമ്മുടെ നോട്ടം പോണത്. പുറമേക്ക് അലയുന്നതായിട്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പുറമേ കാണുന്നു, പുറമേക്ക് നോക്കുമ്പോൾ നോക്കുന്നവനെ കാണുന്നില്ല. ഈ റെയിൽവേ ലെവൽ ക്രോസിൽ ഗേറ്റ്മാൻ പിടിച്ചു നിൽക്കണ വിളക്ക് കണ്ടിട്ടില്ലേ? അതെ, അത് ശ്രദ്ധിക്കണം. അതിങ്ങനെ പുറമേക്ക് കാണിച്ച് നിൽക്കും ഗേറ്റ് കീപ്പർ. ഏതുവരെ? വണ്ടിയുടെ എൻജിൻ കടന്നു പോകുന്നത് വരെ. കടന്നു പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചൊരു പിടുത്തം, ഇങ്ങോട്ട് കാണിച്ച പിടുത്തം ഉടനെ തിരിച്ചു പിടിക്കും. അതെ, എന്തിനാ? ഇത്രയും നേരം എൻജിൻ ഡ്രൈവർ കടന്നു പോണത് വരെ ഇതാ ഞാനിവിടെ ഉണ്ടെന്ന് ഡ്രൈവറെ അങ്ങോട്ട് കാണിക്കുകയാണ്. ഞാൻ ഗേറ്റൊക്കെ മര്യാദയ്ക്ക് അടച്ചിട്ടുണ്ട്, പോയിക്കോളൂ ധൈര്യമായിട്ട്. എൻജിനായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പിടിക്കും. അതെന്തിനാ? ഇനി ഗാർഡ് ഉണ്ടാവും ബാക്കിൽ, അതൊക്കെ കാണുന്നപ്പോൾ ആൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ആ തന്നെ സ്വരൂപം കാണിച്ചു കൊടുത്തു. വണ്ടി കടന്നു പോണവരെ പാവം ഇങ്ങനെ പിടിച്ച് നിൽക്കണം. കടന്നു പോയി കഴിഞ്ഞാൽ അയാൾ റൂമിൽ പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. എത്ര നേരം പുറത്തേക്ക് കാണിക്കുന്നുണ്ടോ അത്രയും നേരം ഇങ്ങോട്ട് കാണില്ല. ഇതാണ് സ്ഥിതി. ഇങ്ങോട്ട് കാണിക്കുമ്പോൾ പുറം അപ്രസക്തമാകുന്നു. ചിന്തിക്കുക. പുറത്തേക്ക് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വ്യാപരിക്കുന്ന കാലം വരെയും അകത്തേക്ക് കാണുന്നില്ല. അകം കാണുന്നതോടുകൂടെ പുറം അപ്രസക്തമായി തീരുന്നു. കാണുന്നില്ല എന്നല്ല പറഞ്ഞത്. പുറത്തേക്ക് നോക്കുമ്പോൾ അകത്തേക്ക് കാണുന്നില്ല, അകത്തേക്ക് നോക്കുമ്പോൾ പുറം അപ്രസക്തമായി തീരുന്നു. അപ്പോൾ പുറത്ത് നിന്നതൊക്കെയാണ് ഉള്ളത്, വളരെ സന്തോഷം. അവിടെ നിന്ന് നടന്നടേ, സന്തോഷം. നാട്ടിൽ നിന്ന വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്? സ്വാമിക്ക് അറിയോ വല്ലതും? എന്ത് നടന്നാലും നടക്കേണ്ടതൊക്കെ തന്നെ നടക്കണുണ്ട്. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക?
ചിന്തിക്കുക. അപ്പോൾ എത്ര നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറമേക്ക് പരക്കം പായുന്നുണ്ടോ അത്രയും അന്തരാത്മാവിനെ കാണുന്നില്ല. ആര് അന്തരാത്മ തത്വാനുസന്ധാനത്തിൽ വ്യാപൃതനാണോ അവനെ സംബന്ധിച്ച് പുറം അപ്രസക്തമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പുറമേയുള്ളതിനെ കാണുന്നു, അന്തരാത്മാവിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ രീതി എങ്ങനെയാണ് ചോദിച്ചാൽ പുറമേക്കുള്ള മേഖലകളിൽ വ്യാപരിച്ച് അങ്ങനെ പോവുക. ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തെ ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ശക്തമായി ഒഴുകുന്നൊരു പുഴയിൽ പെട്ടിട്ട് അങ്ങനെ പോണ പോലെ കണ്ണുകളിലേക്ക് പോവുകയാണ്. വൃത്തികളിലേറി വിഷയങ്ങളിലേക്ക് പോവുക. ഇതാണ് ലോകസാമാന്യ രീതി. അപ്പം അതിൽ പലതും വരും. നല്ലതെന്ന് പറഞ്ഞത് വരും, ചീത്ത എന്ന് പറഞ്ഞത് വരും, പലതും വരും. പക്ഷെ ഒക്കെ വിഷയങ്ങളാണ്. എല്ലാം വിഷയങ്ങളുടെ മേഖലകളിലേക്കാണ് പോണത്. ശത്രുക്കളെ കാണും, മിത്രങ്ങളെ കാണും, സുഖം തരുന്നതിനെ കാണും, ദുഃഖം തരുന്നതിനെ കാണും. ഇതൊക്കെ മാറി 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 വരും. എന്നാൽ ഈ പുഴയുടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പോകുന്ന ജനസാമാന്യത്തിൽ നിന്ന് ഭിന്നന്മാരായി ചിലരുണ്ട്. ഒഴുക്കിന് വിപരീത ദിശയിലേക്ക് നീന്തി ഉദ്ഭവം കണ്ടെത്താൻ പരിശ്രമിക്കുന്നവർ. കശ്ചിദ്ധീരഃ, കശ്ചിദ്ധീരഃ, ഏതോ ഒരു ധീരൻ. ഉപനിഷത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് ധീരൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എണ്ണി നോക്കുക എത്ര പ്രാവശ്യം അതിനകം പഠിച്ചു എന്ന്. അതുപോലെ സൗമ്യൻ, അതും പല പ്രാവശ്യമുണ്ട്. ധീരൻ, കശ്ചിദ്ധീരഃ, ഏതോ ഒരു ധീരൻ, ഏതോ ഒരു, അത്രയേ ഉള്ളൂ. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഏതോ ഒരാൾ. ഭൂരിഭാഗവും ഈ ഒഴുക്കപ്പെട്ടങ്ങനെ പോവുക. ഏതോ ഒരു ധീരൻ വിപരീത ദിശയിൽ പ്രതിസ്രോത പ്രവർത്തനം, സ്രോതസ്സിൻ്റെ ഈ നദിയുടെ ഉദ്ഭവസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു നീന്തുകയാണ്. ഇതിൻ്റെ ഉദ്ഭവം കണ്ടെത്താൻ വേണ്ടി, എവിടുന്നാണ് അത് പുറപ്പെടുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഏതോ ഒരു ധീരൻ, ധീരന്മാർക്കേ അത് കഴിയൂ. ഒഴുക്കപ്പെട്ടിട്ട് അങ്ങനെ പോകാൻ എല്ലാവർക്കും കഴിയും. ഇങ്ങനെയുള്ളൊരു ധീരൻ, കശ്ചിദ്ധീരഃ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പദം ധീരഃ എന്നുള്ളതാണ്. കശ്ചിദ്ധീരഃ. ഒഴുക്കപ്പെട്ട് പോയാൽ മതി വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, അത് കിടന്നു കൊടുത്താൽ മതി. എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ പോവാം. അത് മതി കിട്ടുമോ? പോരായൊന്നുമില്ല. എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ കൊണ്ടോട്ടെ. എനിക്ക് യാതൊരു വ്യാകുലതയില്ല, ഒരു പ്രശ്നമില്ല, അവനും ദുഃഖമൊന്നും ഉണ്ടാവില്ല. പോയി തലയോടെങ്കിലും തട്ടിപ്പൊട്ടി ഒരു കുഴപ്പമില്ല, തട്ടി എത്തിയിട്ടല്ലേ, സാരമില്ല, വേദന സഹിക്കുക തന്നെ. അവിടെ പരാതികൾ പറയരുത്. അതല്ല ഗതി, ഇത് ഉദ്ഭവം തേടിയുള്ള പോക്കാണ്, ലോകസാമാന്യമായ പോക്കല്ലിത്. കശ്ചിദ്ധീരഃ പ്രത്യേകാത്മാനമൈക്ഷത്, തൻ്റെ പ്രത്യേകാത്മസ്വരൂപത്തെ ദർശിച്ചു. ആത്മസ്വരൂപത്തെ, യാതൊന്നിനെ നേരത്തെ നജായതേ മ്രിയദേവ എന്നൊക്കെ പറഞ്ഞുവോ, ഈ തൻ്റെ പ്രത്യേകാത്മസ്വരൂപത്തെ ദർശിച്ചു. പ്രത്യേകാത്മസ്വരൂപത്തെയാണ് നേരത്തെ വളരെ വിസ്തൃതമായൊരു വിചാരം ചെയ്ത് പറഞ്ഞു തന്നത്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് അർത്ഥങ്ങൾ, അർത്ഥങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി, ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് ഹിരണ്യഗർഭൻ, അതിനേക്കാൾ സൂക്ഷ്മമാണ് അവ്യാകൃതം, അതിനേക്കാൾ സൂക്ഷ്മമാണ് പരമമായ ആത്മസ്വരൂപമെന്ന് പറഞ്ഞ് പരമാത്മസ്വരൂപത്തെ നേരത്തെ വർണ്ണിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രത്യേകാത്മസ്വരൂപത്തെ ദർശിച്ചു.
തൻ്റെ തന്നെ ഉദ്ഭവം തേടി. ആ ഉദ്ഭവ സ്വരൂപത്തെയാണ് പ്രതിബോധവിദിതം എന്ന് കേനോപനിഷത്തിൽ നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പല ഭാഷകളെ ഉപയോഗിച്ച് ഒരേ സത്യത്തെ, ഒരേ തത്വത്തെ പറയുകയാണ്. കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത്. ഏതൊരു ധീരൻ പ്രത്യേകാത്മാവിനെ ദർശിച്ചു. ദർശിക്കുന്നൊന്നുമല്ല, ദർശിക്കാൻ കഴിയുന്നൊന്നുമല്ല, ദർശിക്കുന്നു, ദർശിച്ചു. എങ്ങനെയാപ്പം അത്? എല്ലാവരും ഈ ഒഴുക്കപ്പെട്ടിട്ട് അങ്ങനെ പോകുമ്പോൾ ഏതോ ഒരു ധീരൻ ഒഴുക്കിനെതിരെ നീന്തി ഉദ്ഭവം കണ്ടെത്തിയതുപോലെ വൃത്തികളിലേറി വിഷയങ്ങളിലേക്ക് പോകുന്ന ജനസാമാന്യത്തിൻ്റെ രീതിയിൽ നിന്ന് വിഭിന്നമായി വൃത്തികളുടെ ഉദ്ഭവം കണ്ടെത്തിയത് എങ്ങനെ? ചോദ്യമാണ്. മറുപടി ആവൃത്തചക്ഷുഃ. ആവൃത്തചക്ഷുഃ, ചക്ഷുസിനെ ആവൃത്തമാക്കി, ഉൾവലിച്ചു, തിരിച്ചു വെച്ചു. പുറമേക്ക് നോക്കണ കണ്ണിനെ ഒന്ന് തിരിച്ചങ്ങോട്ട് വെച്ചു. ഈ പുറമേക്ക് നോക്കണ കണ്ണിനെ തിരിച്ചങ്ങോട്ട് വെച്ചു പറഞ്ഞാൽ അതിൻ്റെ സ്ഥൂലാർത്ഥം മനസ്സിലാക്കരുതേ. കണ്ണ് പുറത്തേക്കുള്ള കണ്ണിനെ അകത്തേക്ക്, അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ പുറത്തേക്കുള്ള വ്യാപാരത്തെ അകത്തോട്ടുള്ള വ്യാപാരമാക്കി തൻ്റെ ഉദ്ഭവം തേടിയുള്ള യാത്രയാണ്. സാധാരണ വൃത്തികളിലേറി വിഷയങ്ങളിലേക്ക് പോകുന്ന മനുഷ്യൻ വൃത്തികളുടെ ഉദ്ഭവം തേടി പോവുകയാണ്. ആ പോക്കിനെയാണ് നമ്മൾ വിശദമായി കേനോപനിഷത്തിൽ പഠിച്ചത്. പ്രതിബോധവിദിതം മതം. ബോധം ബോധം പ്രതിവിദിതം. ബൗദ്ധപ്രത്യയങ്ങൾ ഉദ്ഭവിച്ച് വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഈ ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നോ? രണ്ട് ബൗദ്ധപ്രത്യയങ്ങൾക്ക് മധ്യത്തിൽ എന്താണുള്ളത്? ഇത് സൂക്ഷ്മമായി അന്വേഷിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. ആ മതം, ആ ജ്ഞാനമാണ് മതം, ആ ബോധമാണ് മതം, ബോധസ്വരൂപം. ആവൃത്തചക്ഷു, സകല വൃത്തികളുടെയും ഉദ്ഭവസ്ഥാനം. അതിനെ തേടി തൻ്റെ കണ്ണിനെ, ചെവിയെ, മൂക്കിനെ, നാക്കിനെ, ത്വക്കിനെയൊക്കെ പുറത്തോട്ട് പോകുന്നതിൽ നിന്ന് തിരിച്ച് അകത്തോട്ട് പോകുന്ന രീതിയിൽ ക്രമീകരിച്ചു. ഇതിന് നല്ല അഭ്യാസബലം വേണം, ഉറച്ച ലക്ഷ്യബോധം വേണം. കാരണം ഇവർ നമ്മളിട്ട് വട്ടം കറക്കണ കൂട്ടരാ. ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. അതെ, പ്രസഭം, ബലപൂർവകം മനസ്സിനെ ഹരിച്ചു കൊണ്ടുപോകുന്നവരാ. അതാ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം. ഇപ്പം ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും പേര് ഇവിടെ അങ്ങനെ കേട്ടിരിക്കുക. യാതൊരു സംശയമില്ല, വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നുണ്ട്. ഒക്കെ സമ്മതിച്ചു. നല്ലൊരു രൂപം, ഒരു സുന്ദരനോ സുന്ദരിയോ ഇവിടെ വന്നു നോക്കട്ടെ. ഇതിലെങ്ങനെ നടന്നു പോയാൽ മതി. ആരാ സുന്ദരൻ സുന്ദരി എന്നുള്ളത് നമ്മൾ പറയണില്ല. നിങ്ങളുടെ കണ്ണിന് ആരാണോ സുന്ദരൻ അഥവാ സുന്ദരി അയാൾ. അല്ലാണ്ട് നമുക്കറിയാം ആരാ സുന്ദരൻ സുന്ദരി എന്ന്. ഓരോരുത്തരുടെ കണ്ണിന് ഓരോരുത്തരായിരിക്കും. അങ്ങോട്ട് പോയില്ലേ പിന്നാലെ കണ്ണ് മാത്രമേ പോവുള്ളൂ. കണ്ണ് മാത്രമേ പോകുള്ളൂ വെച്ചാൽ പ്രശ്നമല്ല. കണ്ണ് മാത്രമല്ല പോവുക, മനസ്സും പോവും. അല്ലെങ്കിൽ നല്ലൊരു ശബ്ദം ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടീരുള്ളൂ. നമുക്ക് ഇന്ന് വന്നിട്ടില്ല. ഇന്നെന്താ വരാഞ്ഞോ? ഒരു വലിയ സങ്കടം അത് കേൾക്കാഞ്ഞിട്ട്. നല്ല പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖ. അപ്പം ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചെവി രണ്ടും അങ്ങോട്ട് പോവും. അത് മാത്രമേ പോകുള്ളൂ? അല്ല, മനസ്സും പോവും. മനസ്സ് പോകുന്നു മാത്രമല്ല, പല ജാതിയിലാണ് മനസ്സ് പോണത്. ചിലർക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ചിലർക്കത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യം. എന്താ ഇയാൾ ഓഫാക്കാണ്ട് വന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞു ഓഫാക്കണം എന്നൊക്കെ. ചിലർക്ക് ദേഷ്യം, ചിലർക്ക് ഒരു സന്തോഷം. ഈ ഇടയ്ക്കൊരു നല്ല ശബ്ദം കേൾക്കാൻ ഇടയായല്ലോ. ഈ ചങ്ങാതി ഇങ്ങനെ ഈ പറയണ കൂട്ടത്തിൽ ഒരു നല്ല ശബ്ദമെങ്കിലും കേൾക്കാൻ കഴിഞ്ഞുല്ലോ. ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും തെറ്റല്ല. ഇതൊന്നും തെറ്റെന്ന് പറയാൻ പാടില്ല. ഇതിനൊന്നും നമ്മൾ തെറ്റെന്ന് പറയില്ല. അതത് വൃത്തി തലത്ത് ശരിയാ. എങ്ങോട്ടൊക്കെയാ ചിന്ത പോവാന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാ ശബ്ദം, സ്പർശം.
അല്ലെങ്കിൽ നല്ല വല്ല ഗന്ധവും വന്നാൽ മതി. ഇങ്ങനെ ഏത് വിഷയം വന്നാലും ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ മനസ്സ് കണ്ട് പോവും. പോയി കഴിഞ്ഞാലോ? പോയി കഴിഞ്ഞാൽ പോയത് തന്നെ, അല്ലാണ്ട് എന്താ വേറൊന്നും പോയില്ല. പോയി കഴിഞ്ഞാലോ വെച്ചാൽ പോയത് തന്നെ. ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതായ കരണങ്ങളെ ബാഹ്യവൃത്തിയിൽ നിന്ന് നിവർത്തിപ്പിച്ച് തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെയധികം അഭ്യാസബലം വേണം, എളുപ്പമല്ല. ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാര ബലമുണ്ട് ഇവയ്ക്ക്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സാധനാമാർഗത്തിൽ നിഷ്ഠയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഓരോരുത്തരും എന്തൊക്കെ സമ്പത്താണ് കൊണ്ടുവന്നിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ചേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഇപ്പോൾ വർദ്ധിച്ച രീതിയിൽ സമ്പാദ്യം ചെയ്തോളണം, നിയന്ത്രണം ചെയ്തോളണം. അത് ശ്രദ്ധിക്കുക. എപ്പോഴാണോ ഒരു സാധനാ മാർഗത്തിലേക്ക് മനുഷ്യനൊരു പ്രവൃത്തിയുള്ളത്, അനുകൂലമായ വൃത്തിയുള്ളത്, അപ്പോൾ വർദ്ധിച്ച തോതിൽ അനുഷ്ഠിച്ച് സംസ്കാരത്തെ വളർത്തിക്കൊള്ളണം. ആ സംസ്കാരം ഒരിക്കലും നഷ്ടപ്പെടില്ല, ഉറപ്പാണ്, ഒരിക്കലും നഷ്ടപ്പെടില്ല. നേരെ മറിച്ച് അപ്പോൾ വേണ്ട രീതിയിൽ ആ സംസ്കാരത്തെ നമ്മൾ വളർത്തിയെടുക്കണില്ലെങ്കിൽ നാളെ വൃത്തി എന്താവും നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് അതിനെ ദൃഢീകരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പതനവും വരില്ല. അതുകൊണ്ട് മറ്റന്നാളത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ആവൃത്ത ചക്ഷുഹു. ഇവിടെ ഒരു ചോദ്യം ശേഷിക്കുന്നു. ഇത്രയ്ക്കുള്ള ഈ സ്വാഭാവിക ഗതിയെയൊക്കെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ച് എന്തിനാപ്പം അങ്ങനെ അകത്തേക്കൊക്കെ ആക്കണത്? അമൃതത്വമിച്ഛൻ, അമൃതത്വത്തെ ഇച്ഛിക്കുന്നവനായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അമൃതത്വപ്രാപ്തിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ മനുഷ്യ ജീവിതത്തിൽ അമൃതത്വത്തെ പ്രാപിക്കണമെന്നുള്ള തിരിച്ചറിവോടുകൂടി, ആ തിരിച്ചറിവുള്ളവനാണ് ഇങ്ങനെ കരണങ്ങളെ അന്തർമുഖമാക്കി പ്രത്യേകാത്മദർശനം നേടിയത്. ശ്രദ്ധിക്കുക. ഇതാണ് 2-ാം അധ്യായത്തിൻ്റെ ആരംഭം. തുടർന്ന് നമുക്ക് ചിന്തിക്കാം.